താനാണ് ഇഷയെന്ന് സദാശിവൻ പിള്ളയോട് സമ്മതിക്കുന്ന ശ്രുതി. ഇഷ ശ്രുതിയായി വന്നതിൻ്റെ കാരണം പിള്ള ചോദിക്കുന്നു. ശ്രുതി തൻ്റെ മുൻകാല ജീവിതം അയാളോട് പറയുന്നു. തങ്ങൾക്കിടയിലെ യഥാർത്ഥ വില്ലൻ സിറിലാണെന്ന് ശ്രുതിയോട് പറയുന്ന സുദീപ്. ബാലു കോമ സ്റ്റേജിലാവാനുള്ള കാരണം സിറിലാണെന്ന് താൻ സംശയിക്കുന്നതായി ശ്രുതി സുദീപിനോട് പറയുന്നു. ഇനി തുടർന്ന് കാണുക. ആ ആക്സിഡന്റ് നടന്ന ദിവസം അവന്റെ പിന്നാലെ ഞാനുണ്ടായിരുന്നു. നീയോ? എന്തിന്? നീയും ബാലുവും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ. നീ എന്തൊക്കെയാ പറയുന്നേ? അവനാ എന്നെ നിർബന്ധിച്ച് നിങ്ങളുടെ പുറകെ വണ്ടി ഓടിക്കാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും പോകുന്ന കാഴ്ചയും അവൻ തരുന്ന പ്രചോദനവും കാരണം എന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടു. ഞാനാ നിങ്ങളുടെ വണ്ടി കൊണ്ടൊന്ന് ഇടിച്ചത്. സുധി, നീ എന്തൊക്കെയാ പറയുന്നേ? അതെ ഇഷ, ഞാനത് ചെയ്തത്. എന്നെ കൊണ്ടവനത് ചെയ്യിപ്പിച്ചതാ. സിറിലിന്റെ സിരകളിൽ കുത്തിവെപ്പിച്ച് സമനില തെറ്റിച്ചു. മറയായിരുന്നു എന്റെ മനസ്സിൽ മുഴുവൻ. ബൈക്കിൽ നീയും കൂടെ ബാലുവും. എന്റെ നിയന്ത്രണം തെറ്റി. അവസാനിപ്പിക്കണമെന്നായിരുന്നു എന്റെ മനസ്സിൽ. അവസാനിപ്പിക്കണമെന്നായിരുന്നു. എന്റെ അടുത്തിരുന്ന അതിനുവേണ്ടി എന്നെ നിനക്കെതിരെ അവൻ വാശി കയറ്റിക്കൊണ്ടേയിരുന്നു. ഈശ, ആക്സിലേറ്ററിൽ എന്റെ കാല് മുറുകുമ്പോ ഒരു നിമിഷം നിന്റെ മുഖമൊന്ന് ഓർത്തുപോയി. കാറ് വെട്ടിയൊടിക്കുന്നതിന് മുമ്പ് ബൈക്കിൽ തട്ടി. അല്ലെങ്കിൽ നീ എന്ന റോട്ടിൽ ചതഞ്ഞരിഞ്ഞ് തീർന്നേനെ. ഇഷ, അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാം ചെയ്തത് അവനാ. എന്നെ മാറ്റിയത്. നിന്നെ കാണാൻ വന്ന എന്നെ പോലീസിന്റെ പേരും പറഞ്ഞ് മാറ്റിയത്. ആരും അറിയാതെ ഒറ്റയ്ക്കൊരു കോട്ടേജിൽ എന്നെ കൊണ്ട് താമസിപ്പിച്ചത് എല്ലാം അവനാ എല്ലാത്തിനും കാരണം. അന്ന് നിന്നെ കാണാതെ ഞാൻ നിലവിളിച്ചപ്പോ എന്നെ അവനാ നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. നീ എന്നെ പുറന്തള്ളിയപ്പോ അന്ന് അവന്റെ മറ്റൊരു മുഖം ഞാൻ കണ്ടു. ഇതുവരെ കാണാത്തൊരു മുഖം. വേണ്ട സുദീപ്, ഇനി എനിക്ക് നിന്നെ കാണണ്ട. എന്താടാ? ഇഷ, നീ ഇങ്ങനെ കരയല്ലേ? ഞാൻ എന്ത് തെറ്റിയതിട്ടാ സിറിൽ? സുദീപ് എന്നോട് ഇങ്ങനെ. അവനെന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞതല്ലേ? നിനക്കപ്പോഴൊന്നും മനസ്സിലായില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് അവനൊന്ന് കേൾക്കായിരുന്നു. ഇഷ, പ്ലീസ്.
ഇഷ, നീ ചീറ്റ് ചെയ്യപ്പെട്ടതാ. ഞാൻ നിന്നോടത് എത്ര തവണ സൂചിപ്പിച്ചു. അവൻ്റെ ഓരോ ചേഞ്ചസും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അവൻ നിന്റെ മുകളിൽ ഓരോ ആരോപണങ്ങൾ പറഞ്ഞ് നിന്നെ അവോയ്ഡ് ചെയ്യായിരുന്നു. നീയും ബാലുവും തമ്മിൽ സഹോദര ബന്ധമാണെന്ന് ഞാൻ അവനോട് പലതവണ പറഞ്ഞതാ. പക്ഷെ കേട്ടില്ല, അവനത് മനസ്സിലായില്ല. നീയും ബാലുവും ഒരുമിച്ച് പോകുന്നതും സംസാരിക്കുന്നതും എല്ലാം അവൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടൊരു ദിവസം എന്നെ കാണിച്ചു. നീയും ബാലുവും തമ്മിൽ അതിലും കടന്ന എന്തോ കോപ്പുണ്ടെന്നാ അവൻ അന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ അവനെ അന്ന് എൻ്റെ വായി തോന്നിയത് എന്തൊക്കെയാ പറഞ്ഞു. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ഇഷ. അവൻ്റെ പ്ലാനിങ് ഒക്കെ വേറെ ഇഷ. നിനക്കറിയോ, അവന് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് ഒരു റൊമാൻസ് ഉണ്ട്. അവൻ്റെ ഒരു റിലേറ്റീവ് ജയസുധ എന്നാണ് അവളുടെ പേര്. അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. ഈ അവധി ദിവസങ്ങളിൽ പിന്നെന്തിനാ അവൻ നാട്ടിൽ പോകുന്നത്? അവളെ കാണാനാ. അവൻ അവളെ കൊണ്ട് ബാംഗ്ലൂർക്ക് പോലും വന്നിട്ടുണ്ട് പലതവണ. അവരൊന്നിച്ച് ബാംഗ്ലൂർ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടുമുണ്ട്. നിന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന അതേസമയം അവൻ അവളോടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അവളെ കെട്ടിക്കോളാൻ അവൻ വാക്ക് കൊടുത്തിരിക്കുക, അവരുടെ വീട്ടുകാരുടെ അനുവാദത്തോടെ. നീ ഒരു പാവോ ഐഷ. നിന്നെ പറഞ്ഞു കളിപ്പിക്കാൻ എളുപ്പമാ. അവനിപ്പോൾ ജപ്പാനിൽ പോവും. തിരിച്ചു വന്നിട്ട് അവളെ കെട്ടുകയും ചെയ്യും. അവരുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക രണ്ട് വീട്ടുകാരും ചേർന്ന്. നിനക്കറിയോ അത്? നീ ഇപ്പൊ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? നീ കരയാതിരിക്കേ ഇഷ, പ്ലീസ്. ഇഷ, ഇഷ കരയല്ലേ? എന്താടോ ഇത്? നീ വിഷമിക്കണ്ട ഇഷ. ഇഷ, എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ടാ നിന്നെ ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നത്. ആക്സിഡൻ്റ് ആയിട്ടും ഒരു വിളി, അല്ലെങ്കിലൊന്ന് അന്വേഷിക്കൽ, എന്തെങ്കിലും അവൻ ചെയ്തോ? അവൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വല്ല കൊട്ടേഷനും കൊടുത്തിട്ട് നീ ആ വണ്ടിയുടെ അടിയിൽ അരഞ്ഞു പോയിരുന്നെങ്കിലോ? ഇങ്ങനെയുണ്ടോ മനസാക്ഷിയില്ലാത്തവർ? അവനിപ്പോൾ കുറേ പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രമാണ് ഇഷ. നീ അവൻ്റെ ഉദ്ദേശം വേറെയാ. അതവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ അവൻ അവൻ്റെ പെണ്ണിനെ കെട്ടും, അവർ കുടുംബമായിട്ട് ജീവിക്കും. ബാംഗ്ലൂർ വരുമ്പോൾ അവന് ഇവിടെ ഒരു കീപ്പിനെ വേണം. അവൻ എന്നോടത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് യുവർ ടേൺ. ഇതാ നിനക്ക് തിരുത്താൻ പറ്റിയ സമയം. നിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വേണം. നിന്നെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ഇഷ. ഇഷ, നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല. നിനക്കൊരു നല്ല ലൈഫ് വേണം ഇഷ. I know you can understand me. നിന്നെ യാതൊരു കാരണവശാലും കൂട്ടിക്കൊണ്ടുവരരുതെന്ന് അവൻ പറഞ്ഞതാ. ഞാൻ നിന്നെ കൊണ്ടുവന്നത് നിനക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടണം, അതിനു വേണ്ടിയാ.
പ്ലീസ് ട്രസ്റ്റ് മീ. അവനാ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ പിന്നെ നിനക്കാരുമില്ലാതാവും. അപ്പോഴും നിന്നെ സ്വീകരിക്കാൻ ഞാനുണ്ടാവും. പ്ലീസ് ട്രസ്റ്റ് മീ. പോം. അന്നാ ഞാൻ സിറിലിന്റെ യഥാർത്ഥ മുഖം അറിയുന്നത്. നമുക്കിടയിൽ പക വളർത്തി നമ്മുടെ ജീവിതം ഇങ്ങനെ തല്ലി തകർത്തിട്ട് അവൻ ഇപ്പോഴും അഭിനയിക്കുക. അവൻ എത്രത്തോളം പോകുന്ന നമുക്ക് നോക്കാം. അവനെ സൂക്ഷിക്കണം. നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടെന്ന്. എന്തായാലും നഷ്ടപ്പെട്ടത് നമുക്കല്ലേ. നിനക്കറിയോ, ഇന്നത്തെ ദിവസം സിറിലിൻ്റെ വിജയ ദിവസമാണ്. ഞാനിങ്ങനെ വെച്ചിരുന്ന കരുക്കളൊക്കെ വളരെ വളരെ കൃത്യമായി ടാർഗറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രൈസിലേക്ക് എത്താൻ ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ. എങ്ങനെയാ നീ ഇതൊക്കെ സാധിച്ചെടുക്കുന്നത്? ദുട്ടെറിഞ്ഞടി, ദുട്ട് ചെലവാക്കി. കർണാടക പോലീസിന്റെ ടോപ്പ് ലെവൽ വരെ ഞാൻ എത്ര രൂപ ഇറക്കിയെന്ന് നിനക്കറിയോ? അതുകൊണ്ടല്ലേ വെറും ഒരു ആക്സിഡന്റ് കേസ് കൊലപാതക ശ്രമവും ക്രിമിനൽ കേസുമാക്കി മാറ്റിയത്. എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടല്ലോ. പണ്ടൊരു അമ്മായി പറഞ്ഞതാ, ഒന്നും കാണാതെ കുഞ്ഞമ്മാവൻ ഗണ്ടിച്ചാടില്ല എന്ന്. എടി, നമ്മളൊഴികെ കുറെ പേര് ആകെ അങ്കലാപ്പില. ഇരിക്കപ്പുറത്തി കാണുകല, കിടന്നാ ഉറങ്ങില്ല. അതാരും അങ്ങനെയൊക്കെ കൂടിപ്പോയ ചിലപ്പോ സുദീപ് കാണുമായിരിക്കും. ഞാനേ ഒരു ഗംഭീര ബോംബ് കത്തിച്ചിട്ടായിരിക്കുന്ന രണ്ട് വീട്ടിലും അതിങ്ങനെ പടപടപടാന്ന് പൊട്ടിക്കൊണ്ടിരിക്കും. സുദീപിന്റെ ഭാര്യയാവാൻ പോകുന്ന ജയസുധയുടെ മനസ്സിലും അവന്റെ വീട്ടിലും അവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൻ ഉത്തരം ഉണ്ടാവില്ല. നിന്നുരുകും അവൻ. നിന്റെ ഗെയിം സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇഷയ്ക്കെതിരെ അവൻ മൊഴി കൊടുത്ത നിനക്കെന്താ ഗുണം? ഈ ഇഷ എവിടെയാന്ന് നിനക്കറിയാം. അത് പോലീസ് റിപ്പോർട്ട് ചെയ്താ പോരെ? അങ്ങനല്ലടി പോത്തെ. എടി, അവളെവിടെ നിന്ന് നമുക്കല്ലേ അറിയൂ. അവളെ അവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. ഒന്നുകിൽ അവൻ അവളെ പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കണം. എന്നിട്ട് ഞാൻ അവളെ എൻ്റെ കസ്റ്റഡിയിൽ നിർത്തി അവനെതിരെ മൊഴി കൊടുപ്പിക്കും. നീ ഇപ്പൊ പറഞ്ഞത് സുദീപിനെ കൊണ്ട് അവൾക്കെതിരെ മൊഴി കൊടുപ്പിക്കുമെന്നല്ലേ? അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് മോളെ. അപ്പൊ പോലീസിന്റെ ചോദ്യത്തിന് സുദീപ് എല്ലാം സമ്മതിക്കും. അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും അവർക്കിടയിലേക്ക് ബാലു വന്നതും പിന്നെ അവർ തമ്മിലുള്ള ഇഷ്യൂവും ബാലു അവളും തമ്മിലുള്ള പ്രണയ ലീലകളും. ഇവിടം വരെ നിനക്ക് ക്ലിയർ ആണല്ലോ. എടി, ഞാൻ പറഞ്ഞതും അവൻ പറഞ്ഞതും ഇപ്പൊ ഒന്നായില്ലേ? ഇനി അവിടുന്നാണ് ക്ലൈമാക്സ്. അത് പറ, കേൾക്കട്ടെ. നാളെ രാവിലെ നിനക്കത് മനസ്സിലാവും. ശ്രുതി ജയകൃഷ്ണൻ CRM ആയി വർക്ക് ചെയ്യുന്ന അരുൺ തോമസിന്റെ ഡ്രീം ഹൗസ് കൺസ്ട്രക്ഷനിൽ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഡീലുമായി ഞാൻ അവളുടെ മുന്നിലേക്ക് എത്തും നാളെ. അതാണ് ട്വിസ്റ്റ്. അവൾ ശ്രുതി ജയകൃഷ്ണനാണോ ഇഷ അരവിന്ദാണോ എന്നറിയണ്ടേ? അറിയണം. നീ കൂടുതൽ ആലോചിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. പോയി കിടന്നുറങ്ങ്. പൊയ്ക്കോടി.
എൻ്റെ സ്വഭാവമൊക്കെ മാറി അരുൺ സർ. ആക്സിഡന്റ് നടന്ന ദിവസം ഞാൻ അത് വെറൊരു ആക്സിഡന്റ് ആയിട്ട് മൊഴി കൊടുത്തത്. ഇപ്പൊ എന്തോട്ടാ സംഭവിച്ചത്? ഇപ്പൊ അത് കൊലപാതക ശ്രമമാണ് പോലും. കൊലപാതക ശ്രമ? ആരെ കൊല്ലാൻ ശ്രമിച്ചു? ബാലുവിനെ ആരോ വാഹനം ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്ന്. മുൻവൈരാഗ്യോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താടോ ഇപ്പൊ കേസ് അങ്ങനെ തിരിഞ്ഞേ? ബാലുവിന്റെ അച്ഛനാ കേസ് കൊടുത്തതെന്ന്. മനഃപൂർവ്വം ആരോ ചെയ്തതെന്നാ പോലീസ് പറയുന്നത്. ആരൊക്കെ അതിനകത്ത് സാക്ഷികളും പ്രതികളൊക്കെ? എന്റെ ബാംഗ്ലൂർ ഓഫീസിലുള്ള ചില സുഹൃത്തുക്കളാണ്. കൊളീഗ്സാ? എടോ, സുദീപ് എങ്ങനെ മൊഴി കൊടുത്തെന്ന് തനിക്കറിയോ? അത് തനിക്ക് അനുകൂലമായിട്ടാണോ തന്നെ ചതിക്കാനാണോ? അവനൊരു പാവാണ് അരുൺ സർ. അവനൊന്നും പറഞ്ഞില്ല. അറിയില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവനെന്നെ ചതിക്കണമായിരുന്നെങ്കിൽ പോലീസ് വന്നപ്പോ അവനെന്റെ പേരൊന്നവർക്ക് വിളിച്ചാ പോരായിരുന്നു. എന്നിട്ട് മാധവ് സാറാ? എടോ, ഒന്ന് 4500 സ്ക്വയർ ഫീറ്റ് അല്ലേ? ആ, അത് പറഞ്ഞതിട്ടാ. ശരി, എന്നിട്ട് ഇതിപ്പോ അത്രയ്ക്കും നെറികെട്ടൊന്നുമല്ല അവൻ. ആക്സിഡന്റ് കേസിലടോ, സ്വാധീനം ഉണ്ടെങ്കിൽ അതെങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാം. താല്പര്യം അനുസരിച്ച് വകുപ്പുകൾ എഴുതി ചേർക്കാലോ. എനിക്ക് കേസിലൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല സർ. ഒരു ഭയവും തോന്നുന്നില്ല. പക്ഷേ പാവം ബാലുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ടെൻഷൻ. ഒരു തെറ്റും ചെയ്യാത്തവനവൻ. അവന്റെ ജീവന് വേണ്ടി പോലും ആരും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. അതാ എന്റെ സങ്കടം. എന്തിനു വേണ്ടി ആ പാവം അന്ന് കൂടെ ഇറങ്ങിയത്? തനിക്ക് നല്ലൊരു മനസ്സുണ്ട്. ഇങ്ങനത്തെ മനസ്സൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും കാണില്ല. പക്ഷേ നിയമത്തിന് മുമ്പിൽ തൻ്റെ ഈ മനസ്സോടൊരു കാര്യമില്ല. പോലീസ് ഇപ്പോ എന്നെ അന്വേഷിക്കുന്ന സുദീപ് പറഞ്ഞത്. അതിന്റെ കൂടെ എന്റെ മിസ്സിംഗ് കേസും ഉണ്ട്. അതുണ്ടാവുമല്ലോ. ആ ആക്സിഡന്റ് ഏറ്റവും വലിയ തെളിവ് താനല്ലേ. അപകടത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്നുള്ളു. താൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അവൻ ഇപ്പോഴും കോമ സ്റ്റേജില്. പോലീസിന് അവനിൽ നിന്നൊന്നും കിട്ടാനില്ലല്ലോ. പിന്നെങ്ങനെ തന്നെതിരായിരിക്കും? തന്നെ കിട്ടിയാലേ കേസിനൊരു മൂവ്മെന്റ് ഉണ്ടാവൂ. താനാണെങ്കിൽ അവിടെ ഇങ്ങോട്ട് മാറുകയും ചെയ്തു. സ്വാഭാവികമായും കേസ് തൻ്റെ നേരെ തിരിയട്ടെ. അരുൺ സർ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? സുദീപ് എന്തുട്ടാ പറഞ്ഞേ? ഇനി എന്നോടൊന്നും പുറത്തൊന്നും പോണ്ടെന്ന്, അപകടമാണെന്നാ പറഞ്ഞേ. ഇതിന്റെ പുറകിൽ ആരാണെന്നോ അവരുടെ ലക്ഷ്യം എന്താണെന്നോ അറിയാത്തടത്തോളം കാലം താൻ പോലീസിന്റെ മുമ്പിൽ ചെന്ന് പെടാതിരിക്കണം നല്ലത്. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പിന്നെ നമ്മുടെ കോർപ്പറേഷൻ ബിൽഡിങ്ങിന്റെ പെർമിറ്റ് ഫയലില്ലേ, അത് അർജന്റായിട്ട് ശരിയാക്കണം കേട്ടാ. ഉച്ചയ്ക്കുമ്പോ എത്തിക്കണ്ട. ശരി. ശ്രുതി, എന്താ സർ? ഡോ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റോ? എന്നോടോ? ഡോ, ഞാൻ പറഞ്ഞാല് ഇനി എൻ്റെ അമ്മച്ചി വിശ്വസിക്കില്ലേ? എനിക്കാണെങ്കിൽ അത് അമ്മച്ചിയോട് പറയാനുള്ള ധൈര്യമില്ല. എന്താ സർ? ഞാനായിട്ട് ഒരുപാട് കള്ളം പറഞ്ഞ് വലുതാക്കി ഉത്തരവില്ലാണ്ടാക്കില്ലടോ. ഇനി ഞാൻ പറഞ്ഞ അമ്മച്ചി വിശ്വസിക്കില്ല. അതുകൊണ്ട് താനൊന്ന് തിരുത്തണം. ഞാനോ? ഞാനെന്താ ചെയ്യണ്ടേ? അത് വേറൊന്നും പറയണ്ട. തൻ്റെ ഹസ്ബൻഡ് വരുന്നെന്നും ഡെലിവറിക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നും അതുകൊണ്ട് കുറച്ച് നാൾ ലീവാണെന്നും അമ്മച്ചിയോട് പറയണം. അല്ല, അതൊരു കള്ളാണ്. എന്നാലും ഇപ്പം വേറെ നിവർത്തിയില്ലല്ലോ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം. 2 ദിവസം അവിടെ വിഷമിച്ച് നടക്കും. എന്നാലും അത് സാരമില്ല, ഞാൻ വിളിച്ചുതരാം.
ഹലോ, ആ അമ്മച്ചി ഇതെവിടെയാ? നമ്മുടെ എടപ്പള്ളി പള്ളിയില് പെരുന്നാളല്ലടാ. ഓ, നിനക്കതൊന്നും ഓർമ്മയില്ലല്ലോ. ഓ, നമ്മുടെ പള്ളിയിൽ കുറച്ച് സമയം എടുക്കുംട്ടാ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നിന്റെ ഓഫീസിലോട്ട് വരാം. ശ്രുതി അവിടെ കാണുമല്ലോ അല്ലേ? ഇറങ്ങിയിട്ട് വിളിക്കാട്ടാ. ശരി അമ്മച്ചി. അമ്മച്ചി പള്ളിയിലാ, എടപ്പള്ളി പള്ളിയില് പെരുന്നാളല്ലേ? തിരിച്ച് വിളിക്കാന്ന്. ഇയാൾ പൊയ്ക്കോ. സാർ, അമ്മച്ചിയോട് ഞാൻ അങ്ങനെ പറഞ്ഞോ? പിന്നെ സാറ് ഞാൻ പറയുന്ന കേക്കൂ. ആ അമ്മച്ചിക്കൊരു കൂട്ടിന് ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ കൂട്ടൂ. കൂട്ടാം. പക്ഷേ ഞാൻ കരുതുന്ന പോലൊരു പെണ്ണിനെ താൻ എനിക്ക് വേണ്ടി കൊണ്ടുതരുമോ? പറ്റുമോ തന്നെ കൊണ്ട്? എങ്ങനെയുള്ള പെണ്ണിന്? താൻ ഈ ഓഫീസിൽ എങ്ങനെയാ വന്നേ? ഒന്നും അറിയാതെ, ഒരു കാര്യം അറിയാണ്ട് അല്ലേ? എന്നിട്ടിപ്പോ ഈ ഓഫീസിന്റെ നട്ടലായി സർവ്വമായിട്ട് താൻ മാറിയില്ലേ? ഡോ, എനിക്കൊരു പെണ്ണ് വേണം. തനിക്ക് പകരൊരു പെണ്ണ്. എന്തേ? സ്വന്തമായിട്ട് അഭിപ്രായമുള്ള, തീരുമാനമുള്ള, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പതറാതെ നിൽക്കാൻ കഴിയണ, എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും തകർച്ചയിലും എന്നെ നേരെ നടത്താൻ കെൽപ്പുള്ളൊരു പെണ്ണിനെ തനിക്ക് എനിക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ കെട്ടാടോ. അതുവരെ ഞാൻ കാത്തിരിക്കാന്ന്. എന്തേ, ഇയാൾ സമ്മതിച്ചാ? കഴിയില്ല അല്ലേ? ഡോ, ലോകത്തൊരിടത്തും പകരത്തിന് പകരമൊന്നുമില്ല. കണ്ണിന് കണ്ണേ പറ്റൂ. താൻ ചെല്ലടോ.